അസ്തമയത്തിൻ്റെ ചുവപ്പ് സന്ധ്യയിൽ വ്യാപിച്ചു തുടങ്ങി. മനസ്സിനാകെ പ്രസരിപ്പുള്ള സമയം. അതുകൊണ്ട് തന്നെ അവന് വൈകുന്നേരങ്ങളിൽ തൊഴാൻ പോകാനായിരുന്നു താല്പര്യം. അമ്പലത്തിലേക്ക് കുറേ നടക്കണം. നാട്ടിലെ ബസ് സ്റ്റോപ്പും കടന്നു. ബസ് സ്റ്റോപ്പിൽ പലപ്പോഴും കാണുന്ന ഒരു പെണ്ണുണ്ട്. ചെറുചിരിയിൽ തുടങ്ങി പിന്നെ അത് പ്രണയത്തിലേക്ക് വഴിമാറി. രണ്ടു മതക്കാരാണെന്നറിയാൻ വീണ്ടും വൈകി. അപ്പോഴേക്കും പിരിയാൻ പറ്റില്ലെന്നായി. പെണ്ണിന് വിവാഹാലോചനകൾ വന്നു തുടങ്ങിയപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. ഇരു വീട്ടുകാരും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ പിന്നെന്ത് മാർഗം? അവളാണെങ്കിൽ അല്പം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലേത്. അവനോ തൻ്റെ പ്രൈവറ്റ് ജോലിയാണ് വീട്ടിലെ ഏക വരുമാന മാർഗം. ഒറ്റ മകനായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെയുള്ള ജീവിതം. വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകൾ സന്തോഷത്തിൻ്റേതായിരുന്നു. ചെറിയ ചെറിയ യാത്രകൾ, സിനിമ, വിരുന്ന് ഒക്കെയായി നിറമുള്ള ഓർമ്മകൾ. ഋതുക്കൾ മാറി മാറി കടന്നു പോകുന്നത് കൂടി അറിഞ്ഞില്ല. അങ്ങനെ 3-4 വർഷം കഴിഞ്ഞു. അവൾക്ക് ഡ്രസ്സിനും ബ്യൂട്ടി പാർലറിൽ പോകാനും പൈസ തികയാതായി. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? സൗന്ദര്യമുള്ള കുട്ടിയല്ലേ. അമ്മായിയമ്മയുടെ വാക്കുകൾ അവൾക്ക് പിടിക്കാതെയായി. അസ്വാരസ്യങ്ങൾ തുടങ്ങിയത് അവിടെ മുതലാണ്. അത് പിന്നെ 1-2 പറഞ്ഞ് അവനോടായി. നിങ്ങൾക്കിപ്പോൾ അല്ലെങ്കിലും പഴയ സ്നേഹമൊന്നുമില്ല. മറ്റാരെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടല്ലേ അമ്മയുടെ സൈഡ് ചേർന്ന് വഴക്കിന് വരുന്നത്. നീയല്ലേ ഫോണിലൂടെ സദാസമയവും ഫ്രണ്ട്സ് എന്ന പേരിൽ ഓരോരുത്തന്മാരുമായി സംസാരിക്കുന്നത്. വഴക്ക് പിന്നെ സംശയത്തിലേക്ക് വഴിമാറി. 2 അടി കിട്ടിയപ്പോൾ അവളുടെ സംശയം മാറി. പക്ഷേ അവൻ്റെ സംശയം മാറാൻ ബിവറേജസിൽ ക്യൂ നിൽക്കേണ്ടതായും ദിനം തോറും ഫുൾ അടിക്കേണ്ടതായും വന്നു. അങ്ങനെ ജീവിതം ഒരു വഴിക്കായി.